ഹലോ നമസ്കാരം. ആൾക്കാർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതികളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോഴത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ ആൾക്കാർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുക. അതിൻ്റെ അകത്ത് ആൾക്കാർ എന്താണ് യൂസ് ചെയ്യുന്നത്? അതായത് ആൾക്കാർ അപ്പൊ സംസാരിക്കുന്ന സംസാര രീതികളുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹസ്ബൻഡ് അതായത് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു, പക്ഷെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മോട് പറയുവാണേ ഇങ്ങനെ, അതായത് അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലല്ലോ, അങ്ങനെ സംഭവിക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, ചിലപ്പോൾ നീ മറന്നു പോയതായിരിക്കും, ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ പുള്ളിക്കാരന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പറയും ഇനി അത് മറന്നു പോകുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ മെമ്മറിയിലാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നമ്മളെ കൺഫ്യൂഷനിലാണ് ആക്കുന്നത്. അതായത് നമ്മളെ കൺഫ്യൂഷനിലാക്കി നമ്മൾ അനുഭവിച്ച കണ്ണിൽ കണ്ട കാര്യങ്ങൾ, ചെവി കേട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ആക്കി തീർത്ത് ആ പ്രശ്നത്തിന് ന്യായീകരിച്ച് അവർ കൊണ്ടുപോകും. അപ്പം യഥാർത്ഥത്തിൽ അയാൾ അത് ചെയ്തിട്ടുണ്ടായിരിക്കാം, നമ്മളെ അബ്യൂസ് ചെയ്യുന്ന ആള്, പക്ഷെ അതിനെല്ലാം അവര് നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്ത് നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഓർമ്മകളെ, നമ്മളുടെ പെർസെപ്ഷൻസിനെ, അതായത് നമ്മൾ കണ്ണിൽ കൂടെ കാണുന്നതും ചെവി കൂടെ കേൾക്കുന്നതും നമ്മളെ ശാരീരികമായും മാനസികമായും ഒക്കെ അനുഭവിച്ച കാര്യങ്ങളെ നടന്നിട്ടില്ലാത്ത രീതിയിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു റൂമില് ഇപ്പം ലൈറ്റ് ഓൺ ആക്കി കിടക്കുവാണെങ്കിൽ നമ്മൾ അത് നിർത്തിയിട്ട് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ പാർട്ട്ണർ പറയും, നീ എന്തുകൊണ്ടാണ് ലൈറ്റ് ഫുൾ ടൈം ഓൺ ആക്കി ഇടുന്നത്, ഇത് ഓഫ് ആക്കാത്തത് എന്തുകൊണ്ടാണ്, ഞാനാണ് ആ പോയി ലൈറ്റ് ഓഫ് ചെയ്തത്. അപ്പൊ നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആവും, ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയായിരുന്നല്ലോ, പിന്നെ പുള്ളിക്കാരൻ അങ്ങനെ പറയുന്നത് പുള്ളിക്കാരനാണ് ചെയ്തെന്നുള്ളത്. അതായത് നമ്മളെ ഓൾവേസ് നമ്മളൊരു തെറ്റുകാരിയാണ്, അല്ലെങ്കിൽ നമ്മളൊരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ ഓൾവേസ് അവര് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ചെയ്യുന്നത്, റൈറ്റ് അല്ല എന്നുള്ള രീതിയിൽ ആക്കി തീർക്കാൻ ഓൾവേസ് ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യും. ഇത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ്. അപ്പം ബന്ധങ്ങളിലെല്ലാം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കാണുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ തന്നെ റിയാലിറ്റിനെ മറന്നുകൊണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് നമ്മുടെ ആ കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വേറൊരു മാനിപ്പുലേഷൻ ആൾക്കാർ ചെയ്യുന്ന ടെക്നിക്കുമായി നമുക്ക് വരാം. വീണ്ടും കാണാം. നമ്മളിപ്പോ സംസാരം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സംസാരിക്കുന്നത് ഡോക്ടർ എലിസബത്ത് ജോൺ ആണ്, ലൈഫ് കെയർ കൗൺസിലിംഗ്